2026 കീം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ജനുവരി 31 വരെയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം. പിന്നെ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ഒരാഴ്ച കൂടി നീട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും നിൽക്കരുത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ സമയമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യുക, ഫുൾ ആപ്ലിക്കേഷനൊക്കെ സെറ്റാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, സമാധാനമായിട്ട് ഇരിക്കാം. പിന്നെ ആരൊക്കെയാണ് ഇത് എഴുതേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഇപ്പോൾ +2 പഠിക്കുന്ന സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാ കുട്ടികളും, അതുപോലെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അവരും ഒക്കെ എല്ലാവരും തന്നെ ഈ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയും. കാരണം കീം എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നും ഇത് എഞ്ചിനീയറിംഗിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണെന്ന്. അല്ല, മെഡിക്കൽ ആൻഡ് അലൈഡ് മെഡിക്കൽ സയൻസ് അലൈഡ് കോഴ്സുകൾ, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് കോഴ്സുകളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ ആയിക്കോട്ടെ, ഞാൻ അതുപോലെ ബിഫാം, അങ്ങനെ എല്ലാ കോഴ്സുകൾക്കും, എഞ്ചിനീയറിംഗിന് പറയുന്നില്ല, അങ്ങനെ എല്ലാ കോഴ്സിനും നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് രജിസ്റ്റർ ചെയ്തിടുക. പിന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ടുള്ളതൊന്നുമില്ല. നിങ്ങൾ എന്താ പറയുക, നേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, സിഗ്നേച്ചർ, ഫോട്ടോ, അങ്ങനത്തെ ബേസിക് പരിപാടികളേ ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് വല്ല കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളും എന്താ പറയുക ബിഫോർ ഹാൻഡ് റെഡിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കീം അതായത് എഞ്ചിനീയറിംഗ് നോക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. നമ്മുടെ ഈ ചാനലിൽ എക്സാമിന് ഒരു 30 ദിവസം മുമ്പ് മുതൽ നമ്മൾ എന്താ പറയുക, 30 ഡേ ചലഞ്ചുമായിട്ട് വരും. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് സിമ്പിളായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡെഫിനറ്റ്ലി യു ക്യാൻ എന്താ പറയുക കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ.